വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണേ മക്കളെ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന നമ്മുടെ ബയോളജി ഫസ്റ്റ് ചാപ്റ്ററിലെ ടോപ്പ് 10 MCQ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ പ്രാധാന്യം നമ്മുടെ ചോദ്യ പേപ്പറിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സെഷൻ തന്നെയാണ് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടിയ തോതിൽ തന്നെ മാർക്ക് നഷ്ടപ്പെടാൻ കൂടിയ തോതിൽ തന്നെ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ MCQ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് MCQ പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോ. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് സെൽ മെംബ്രെയിൻ. അപ്പൊ സെൽ മെംബ്രെയിൻ അഥവാ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ് ആക്ച്വലി ഈ പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്? ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ക്യാൻ ബി കോൺട്രിബ്യൂട്ടഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡാഷ്. So option A protein, then B lipid, C nucleic acid, D both A and B. So ഇവിടെ നമുക്കറിയാം plasma membrane is made up of lipids and proteins. So option D ആയിരിക്കും correct, both A and B. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം, both A and B. നമുക്കറിയാം cell membrane is made up of lipid and protein. Moving on to the next question. So അതിന്റെ ആൻസർ ഇവിടെ പറഞ്ഞിട്ട് both A and B. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ presence of lipid and protein as phospholipids provide flexibility to the plasma membrane. This help in engulfing, അതായത് നമ്മുടെ എൻഡോസൈറ്റോസിസ്, അമീബയിലെ എൻഡോസൈറ്റോസിസ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി സെൽ മെംബ്രെയിൻ, അതാണ് അതിന്റെ കാരണം. അപ്പൊ അതാണ് എൻഗൾഫിംഗ് ഫുഡ് ആൻഡ് അതർ മെറ്റീരിയൽ ഫ്രം ദി എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. സോ അതാണ് ആ ഫ്ലെക്സിബിലിറ്റിക്ക് കാരണം. ഓക്കെ, മൂവിംഗ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജിയൻ ഓഫ് പ്രൊകാരിയോട്സ്. പ്രൊകാരിയോട്ടുകൾ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളുടെ ന്യൂക്ലിയസ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തതയില്ലാത്ത ന്യൂക്ലിയസ് ആണ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ല. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതായത് ആ ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സോ ആ ഒരു അൺഡിഫൈൻഡ് ന്യൂക്ലിയർ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ന്യൂക്ലിയസ് ഒരിക്കലും ആവില്ല. ഓപ്ഷൻ ബി ന്യൂക്ലിയോലസ്, അതല്ല. ന്യൂക്ലിയോലസ് നമുക്കറിയാം ന്യൂക്ലിയസിന് അകത്തുള്ള സ്പെരിക്കൽ മെമ്പറാണ് ന്യൂക്ലിയോലസ്. ഓപ്ഷൻ സി ന്യൂക്ലിക് ആസിഡ്, അതുമല്ല. ന്യൂക്ലിക് ആസിഡ് RNA DNA ആണ് ന്യൂക്ലിക് ആസിഡ്, അതുമല്ല. ഓപ്ഷൻ ഡി ന്യൂക്ലിയോയിഡ്, അത് തന്നെയാണ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ, ന്യൂക്ലിയോയിഡ്. സോ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അത് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ. അതിന് എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. പ്രോകാരിയോട്ടിക് സെൽ ലാക്ക് ട്രൂ ന്യൂക്ലിയസ്, സർക്കുലർ DNA. സർക്കുലർ DNA ഉണ്ട്, നേക്കഡ് ഇൻ ദ സൈറ്റോപ്ലാസം. നേക്കഡ് DNA ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് DNA ഈ ബാക്ടീരിയത്തെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലല്ലോ. The undefined nuclear region of the cell is called a nucleoid. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയാം. Prokaryotic cell lack chromosome and nucleolus, nuclear membrane and nuclear plasm remain undifferentiated to the cytoplasm. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഒരു പ്രോകാരിയോട്ടിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ലിപ്പിഡ് മോളിക്യൂൾസ് ആർ സിന്തസൈസ്ഡ് ബൈ എ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ബി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സി ഗോൾജി കോംപ്ലക്സ് ഓർ ഗോൾജി അപ്പാരറ്റസ് ആൻഡ് ഈ പ്ലാസ്റ്റിഡ്സ്. നമുക്കറിയാം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇത് വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രത്യേകം എന്താ, ഇതിന്റെ മുകളിൽ റൈബോസോം ഇല്ല. റൈബോസോംസ് ആർ നോട്ട് ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ദ സർഫസ്, മേക്കിംഗ് ഇറ്റ് വെരി സ്മൂത്ത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാനുഫാക്ചറിംഗ് ലിപ്പിഡ്സ്. സോ ആൻസർ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ലിപ്പിഡ് മോളിക്യൂൾസ് ഇൻ എ സെൽ ആർ സിന്തസൈസ്ഡ് ബൈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രസന്റ് ഇൻ ദ സെൽ. Fourth question, which cell organelle plays a crucial role in detoxifying many poisons and drugs in a cell? Detoxification എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? എ ഗോൾഗി കോംപ്ലക്സ് ഓർ ഗോൾഗി അപ്പാരറ്റസ്, ബി ലൈസോസോം, സി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് വാക്യൂൾ. അപ്പൊ ആരാണ് ഡീടോക്സിഫിക്കേഷൻ? വളരെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി തന്നെ ഇത് പരാമർശിച്ചിട്ടുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, സോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ദ ലിവർ സെൽ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിവർ സെല്ലാണ് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്ന ആള്. നമ്മുടെ കരളാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ, നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന എന്ത് സബ്സ്റ്റൻസ് ആയാലും ആദ്യം കരളിലേക്ക് പോകും. സോ കരൾ വെച്ചിട്ട് ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന കരളാണ്. സോ ലിവർ സെല്ലില് വെർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികളിൽ, വെർട്ടിബ്രേറ്റ്സ് എന്ന് നട്ടലുള്ള ജീവികളാണ്. വെർട്ടിബ്രേറ്റ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിന്റെ ലിവർ സെല്ലില് നമുക്ക് എന്ത് കാണാം? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ചെയ്യുന്നത്? മെറ്റാബോളൈസസ് വേരിയസ് ടോക്സിക് ആൻഡ് പോയിസണസ് സബ്സ്റ്റൻസ് such as drugs, aspirin, insecticide, petroleum products and pollutant, whatever substance coming into our body. അപ്പൊ അതിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്.
The toxic substance make their entry in animal body through food, air, water. ഫുഡിലൂടെ എയറിലൂടെ വാട്ടറിലൂടെ എത്തുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ഡീടോക്സിഫൈ ചെയ്യുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രസന്റ് ഇൻ ദി ലിവർ സെൽസ് ഓഫ് ദ വെർട്ടിബ്രേറ്റ്സ്. ലൈസോസോം. സോ ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗൻ എവിടുന്നാണ് വരുന്നത്, എവിടുന്നാണ് അറൈസ് ചെയ്യുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ് ഓർ ഗോൾഗി അപ്പാരറ്റസ്, ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺട്രിയ. ദ ആൻസർ ഈസ് ഗോൾഗി അല്ലേ? ഗോൾഗി അപ്പാരറ്റസ് എന്നാണ് ഫോം ചെയ്യുന്നത്. ആൻസർ ഈസ് ഗോൾഗി അപ്പാരറ്റസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലൈസോസോം, ദ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ ആണ്. ഓർഗനൽ അതർ ദാൻ ന്യൂക്ലിയസ് കണ്ടെയ്നിങ് DNA. സാധാരണ ഇതിലൊരു സെല്ലില് ന്യൂക്ലിയസിനാണ് സ്വന്തമായിട്ട് DNA ഉള്ളത്, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. പക്ഷെ വേറെ ഏതോ ഒരു ഓർഗനലിന് ഈ പറഞ്ഞിരിക്കുന്ന സ്വന്തമായ DNA ഉണ്ട്. അത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല, ഗോൾഗി അപ്പാരറ്റസ് അല്ല, ഇറ്റ്സ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ സ്വന്തമായിട്ട് മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. പിന്നെ റൈബോസോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് DNA ഉണ്ട്. ലൈസോസോമിനില്ല. നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എടുത്ത് അതിലുണ്ട്. സോ സെമി ഓട്ടോണമസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മൈറ്റോകോൺട്രിയ. Then seventh question, mitochondria is having two membrane. The outer membrane is very porous, correct? Outer membrane is porous. Textbookil adhe paragraph aanu, sentence aanu, porous aanu. Outer membrane porous aanu, inner membrane deeply folded aanu nammal padichittunde. Deeply folded aanu. Okay, very easily you can write this answer. So correct answer edha varuga? A is porous and B is deeply folded. That is option A is the correct answer. Option A is the correct answer for this question. Very simple. Porous and deeply folded. The outer membrane of the mitochondria is very porous, inner membrane is deeply folded. So mitochondria are able to make their own proteins. Of course, yes, the statement is true. Because adine ribosome undallo. Ribosome സ്വന്തമായിട്ട് DNA ഒക്കെ ഉണ്ട്. So അതിന് സ്വന്തമായി പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. True. Mitochondria have their own DNA and ribosome. Protein synthesis ribosome ഉണ്ട്, കമാൻഡിങ് ആയിട്ട് DNA ഉണ്ട്. So they are able to make some of their own proteins. സ്വന്തമായിട്ട് തന്നെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. So the statement is true. Then our ninth question is a match the following question. So mitochondria ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. So mitochondria power house of the cell. Then lysosome തന്നിട്ടുണ്ട്. Lysosome എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് ആണ്. Then vacuoles തന്നിട്ടുണ്ട്. I will use different thing. Vacuoles തന്നിട്ടുണ്ട്. Storage sac ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Then ribosome തന്നിട്ടുണ്ട്. It's a protein synthesis ആണ് അതിന്റെ ഫംഗ്ഷൻ. So നമ്മളൊന്ന് എഴുതുന്ന സമയത്ത് A is to 2, B is to 4, C is to 1 and D is to 2. A is to 3 ആണ് കേട്ടോ. A is to 3. അപ്പോൾ A3 3 4 1 2 3 4 1 2 is option C. Option C is the correct answer. 3 4 1 2. Yes. The final question, pick out the incorrect statement. Leucoplast is a colorless plastic. That is true. Cell wall is a non-living structure mainly composed of cellulose. Is true. Golgi apparatus act as site of protein synthesis. That is wrong. That the statement is wrong. Actually, ribosome is responsible for protein synthesis. Protein synthesizing site of the cell is ribosome and not Golgi apparatus. So that is a wrong statement. Just simply looking D option also, protoplasm is the life-giving substance of the cell. That is correct. So option C is the correct thing. I mean incorrect aanu choichirikkunne. You are asked incorrect. So read the question carefully. Incorrect, and this is our incorrect statement. Golgi apparatus act as site of protein synthesis. That is incorrect. Actually, protein synthesis is done by ribosome. അപ്പോൾ ഇതാണ് ആൻസർ. ഗോൾഗി അപ്പാരറ്റസ് ആക്ട് as സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതാണ് തെറ്റായിട്ടുള്ള കാര്യം. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് എവരിബഡി അണ്ടർസ്റ്റുഡ് ദ സെയിം. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഈ ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയിൽ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. സോ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് അഥവാ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.